നൂറുകണക്കിന് മുസ്ലിങ്ങളുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ കൊടി പിടിക്കാൻ ആരും ഉണ്ടാകില്ല. ഇത് എ.ജെ.യു.പി എന്ന പാർട്ടിയുടെ എം.എൽ.എ ആയിട്ടുള്ള ബംഗാളിലെ എം.എൽ.എ ആയിട്ടുള്ള ഹുമയൂൺ കബീറിന്റെ വാക്കുകളാണ്. ഇതിന് സുവേന്ദു അധികാരി ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൽ പ്രസക്തമാകുന്നത്. ഈ ഹുമയൂണിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകുന്ന ഒരു സ്ഥിതിയാണോ ബംഗാളിൽ? അങ്ങനെയല്ല. അത് ബംഗാളിലെ ഒരു മുസ്ലിം ആധിപത്യത്തിന് കുറേ കാലത്തെ ചരിത്രമുണ്ട്. 1946 അന്ന് ബംഗാൾ ഭരിച്ചിരുന്നത് സുഹ്റവർദി എന്ന് പറയുന്ന ഒരു മുസ്ലിം നേതാവായിരുന്നു. അയാൾ പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി. അയാളൊരു ഇത് കൊണ്ടുവന്ന് ഡയറക്റ്റ് ആക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നുവെച്ചാൽ നേരിട്ട് ഹിന്ദുക്കളെ കൊല്ലുക. അപ്പോൾ ആ വിഭജനത്തിൻ്റെ കാലത്ത് നേരിട്ട് ഹിന്ദുക്കളെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യാപകമായിട്ട് ഹിന്ദു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മഹാത്മാഗാന്ധി നവഖലിയിലെത്തുന്നത്. അങ്ങനെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം നവഖലിയിലേക്ക് യാത്ര ചെയ്തത്. നവഖലിയിൽ പോയി അവിടെ ഇരുന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. സുഹ്റവർദിയെ കൊണ്ട് തന്നെ പുള്ളി അതൊക്കെ പിൻവലിപ്പിച്ച് അവിടെ വലിയ വിജയവുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് രണ്ട് തരത്തിലായിരുന്നു അഭയാർത്ഥി പ്രവാഹത്തെ ഇന്ത്യയിൽ നേരിട്ടത്. ഒന്ന്, കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അഭയാർത്ഥി, അത് പ്രധാനമായിട്ടും ബംഗാളികളാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ, ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾ പഴയ പഞ്ചാബ് പ്രോവിൻസിൻ്റെ കക്ഷികളായിരുന്നു. അവരാണ് ഡൽഹിയിലും ബോംബെയിലും അതുപോലുള്ള പ്രദേശത്തും കുടിയിരുത്തപ്പെട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രധാനപ്പെട്ട അവിടുത്തെ നഗരങ്ങളും യഥാർത്ഥത്തിൽ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന് അവിടെ കുടിയേറിയിട്ടുള്ളവരും അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ളവരുമാണ്. അവർക്ക് നെഹ്റു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് വരുന്നവർക്ക് ആ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ബംഗാളിൽ നിന്ന് വരുന്നത്. 1950 ഈ കിഴക്കൻ പാകിസ്ഥാനിൽ ഹിന്ദുക്കളെ വ്യാപകമായിട്ട് ആക്രമിച്ചു. അപ്പോൾ ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലേക്ക് വരാനൊരു ശ്രമം നടത്തി നെഹ്റു തടഞ്ഞു. നെഹ്റു പറഞ്ഞ് എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായാൽ ഉടനെ ആ പ്രദേശം വിട്ടു ഓടി ഇവിടെ വരുന്നതല്ല അതിൻ്റെ മാർഗം, അവിടെ നിന്ന് അതിനെ നേരിടണം. അങ്ങനെയാണ് 28% ഹിന്ദുക്കളുണ്ടായിരുന്ന ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6% പേരാണ്. 22% ഹിന്ദുക്കൾ കുറഞ്ഞ ചരിത്രത്തിൽ നെഹ്റുവിൻ്റെ ഈ നിലപാടിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഈ സുവേന്ദു ഇവിടെ പറയുന്ന പോലെ ഇദ്ദേഹം നിയമസഭയിൽ പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ബംഗാൾ ഭരിക്കുന്നത് ഇപ്പോൾ മമതാ ബാനർജി അല്ല. അതെ. അപ്പോൾ അതായത് പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ എല്ലാം തന്നെ അന്ന് അതിനെ എതിർത്ത ഒരാളെന്ന് വെച്ചാൽ ബി സി റോയിയാണ്, ബിപിൻ ചന്ദ്ര റോയ്. ബി സി റോയ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ബി സി റോയ് നെഹ്റുവുമായിട്ട് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് നെഹ്റു ഏകപക്ഷീയമായിട്ട് നിങ്ങൾ പറയേണ്ട ഇത് ചെയ്താൽ മതി എന്ന് പറയണ ചെയ്തത്. അങ്ങനെ വ്യാപകമായിട്ട് അവിടെ ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. അവർക്കിങ്ങോട്ട് വരാനുള്ള ഒരവസരവും കൊടുത്തില്ല. ഇത് ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് ശേഷം വന്ന ബി സി റോയ്ക്ക് ശേഷം വന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഒരു പ്രോ മുസ്ലിം സ്റ്റാൻഡ് എടുത്തിരുന്നു. കാരണം ഇവർ ഉടനെ തന്നെ വളരെ രോഷാകുലരായിട്ട് ആയുധമെടുത്തിറങ്ങുകയും ഇന്ത്യ ഭരിച്ചിരുന്ന ഗവൺമെൻറ് അവർക്ക് അനുകൂലമായിട്ട് തീരുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് വളരെ ശക്തി ഉണ്ടായിരുന്നു. ആ ഘനി ഖാൻ ചൗധരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു MP ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രദേശം മുഴുവൻ അയാളുടേതായിരുന്നു. അപ്പോൾ അയാൾ ഇവിടെ എന്ന് വന്നാലും അയാൾ മന്ത്രിയായിരിക്കും. നെഹ്റു ഗവൺമെൻറ്റിൽ, അതിനുശേഷം ഇന്ദിരാ ഗവൺമെൻറ്റിലൊക്കെ അയാൾ മന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കക്ഷികളല്ല. അത് കഴിഞ്ഞ് ഇടതുപക്ഷം വന്ന സമയത്ത് ഇടതുപക്ഷം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഈ ഹുങ്ക് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം എത്രയോ കൊല്ലം ഭരിച്ചിട്ട് 32 കൊല്ലം ഒരു സംസ്ഥാനം ഭരിച്ചിട്ട്
ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണമാണ്? 1-2 കൊല്ലമല്ലല്ലോ, 32 കൊല്ലം. ഈ 32 കൊല്ലവും ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു മുസ്ലിം പ്രീണനം ഇതിൻ്റെ നയമായി സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പൊതു റോഡുകൾ മുഴുവനും മുസ്ലിങ്ങളുടെ വിഹാര രംഗങ്ങളാക്കി മാറ്റിയിരുന്നത്. അവരുടെ നമസ് പ്രാർത്ഥന നടക്കുന്നത് പൊതു ഇടങ്ങളിലായിരുന്നു. അതിനാദ്യമായിട്ടൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് സുവേന്ദു അധികാരി വന്നപ്പോൾ മാത്രമാണ്. ഇപ്പോഴാണ് ആ രാജ്യത്ത് ബംഗാളിൽ ഒരു മുസ്ലിമിൻ്റെ ഹുങ്ക് ഇല്ലാതെയായി മാറിയത്. ബാക്കിയൊക്കെ വലിയ രീതിയിൽ മുസ്ലിം ഹുങ്ക് ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുണ്ടായിരുന്നു, നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ആ മുസ്ലിം ഹുങ്ക് ൻ്റെ ബലത്തിലാണ് ഹുമയൂൺ കബീർ ഇത് പറഞ്ഞത്. അത് ശരിയാണ്. ഹാലിളകിയിട്ട് ഇവരിറങ്ങും. ഈ ഹാലിളകിയിട്ട് ഇത് ഈ ഇവിടെ 1921 മാപ്പിള കലാപത്തിൽ, ഹിന്ദു വംശഹത്യ നടന്ന മാപ്പിള കലാപത്തിൽ ഇവരെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ശുഹദാക്കളുടെ ഖബറിടങ്ങളുണ്ട്. ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ജിഹാദിൽ കൊല്ലപ്പെട്ടവരാണ്, ഷഹീദുകൾ, രക്തസാക്ഷികളായിട്ടുള്ളവർ. അവരുടെ ഖബറിടങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇവർ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്ന് ഇവർ പൊസസ്ഡ് ആവും. അത് കഴിഞ്ഞിട്ട് നേരെ ഇവരെ ഉന്മത്തരായിട്ട് പിന്നെ ആയുധം എടുത്ത് വരികയാണ്. അതാണ് ഹാലിളകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മുസ്ലിമിന് ഹാലിളകിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ അടുത്ത് ആരും നിൽക്കില്ലായിരുന്നു. കാരണം ഇവൻ കൈ കിട്ടുന്നവരെയൊക്കെ വെട്ടിക്കൊല്ലുന്നൊരു രീതിയായിരുന്നു. അപ്പോൾ ഹാലിളകിയാൻ വരുന്നുണ്ട്. അങ്ങനെയാണ് ഹാലിളക്കം എന്ന് പറയുന്നൊരു സംഗതി വന്നത്. ബംഗാളിലും ഈ ഹാലിളകി ഇറങ്ങുന്ന മുസ്ലിങ്ങൾക്ക് അന്ന് ഒരു വലിയ പ്രാമുഖ്യം തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ ഹിന്ദുക്കളെയും കൊന്നൊടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. ആ വിശ്വാസം ആദ്യമായിട്ട് ഇല്ലാതെയാവുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും കാലം ബംഗാൾ ഭരിച്ചിരുന്നത് മമതയാണ്, ഇപ്പോൾ ഭരിക്കുന്നത് മമതയല്ല എന്ന്. ഇങ്ങനെ ഈ ബംഗാളിൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ നിലനിർത്തുന്നതിൽ സത്യം പറഞ്ഞാൽ നെഹ്റുവിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. നെഹ്റുവിൻ്റെ പങ്ക് ഉണ്ടായിരുന്നു അതിനകത്ത്. ആളുകൾക്കത് അറിയാത്ത, കാരണം നെഹ്റുവാണിത് ചെയ്തത്. അന്ന് മുസ്ലിങ്ങൾ വെട്ടിക്കൊന്നുകൊണ്ടിരുന്ന ഹിന്ദുക്കൾക്ക് ഇവിടെ ഒരു അഭയം കൊടുക്കാൻ നെഹ്റു തയ്യാറായില്ല. പിന്നീട് ഇവരെല്ലാവരും തന്നെ ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഇവിടെ അഭയം കൊടുക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങളെ പൂത്താലത്തോടു കൂടി സ്വീകരിച്ച് അവിടെ ഇരുത്തിയിട്ട് അവർ മഹാന്മാരാണെന്ന് പറഞ്ഞു. പക്ഷേ അന്നത് ചെയ്തില്ല. അന്നത് ചെയ്യാതിരുന്നതിൻ്റെ അനന്തര ഫലം കൂടിയാണ് ഇപ്പോൾ ബംഗാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് അവിടുത്തെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടുന്നത്. ഇപ്പോഴാണ് ഈ നുഴഞ്ഞുകയറ്റം അസ്തമിച്ചു പോകുന്നത്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ബംഗാളിലുള്ള ജനങ്ങൾക്കാണ് പ്രാമുഖ്യം എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നു. അതിനുവരെ അതില്ല. ഈ ഹുമയൂൺ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ ഭീഷണി ഉയർത്തുന്നത്. ഇതിൽ സുവേന്ദു പറയുന്നുണ്ട്, ഇത് 3ാമത്തെ തവണയാണ് താങ്കൾ ഈ ഭീഷണിയുമായി നാവ് ഉയർത്തുന്നത്. ഇനി താങ്കൾ ഈ ഭീഷണിയുമായി നാവ് ഉയർത്തില്ല എന്നാണ് പറയുന്നത്. അത് തല്ലുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം തല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമല്ലല്ലോ തല്ലാൻ കഴിയുക, എല്ലാവർക്കും തല്ലാൻ കഴിയുമല്ലോ. ഒരാൾ തല്ലിന് പോയിട്ട് തല്ല് കൊള്ളാതെ വരുന്ന പ്രശ്നമില്ല. യുദ്ധത്തിൽ ഏർപ്പെടുന്ന 2 പേർക്കും ആ നാശം വരുന്ന അതുകൊണ്ടാണ്. ഒരാൾ ജയിച്ചെന്നിരിക്കും, പക്ഷേ തോറ്റവർക്കും ജയിച്ചവർക്കും 2 പേർക്കും നാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സുവേന്ദു പറഞ്ഞ അതാണ്, നിങ്ങൾ കായിക ശക്തി ഉപയോഗിച്ചുള്ള ഭാഷയിൽ സംസാരിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളത് മറുപടി പറയുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇല്ല, ഇതിൽ ഇപ്പം ഈ ഭീഷണി ഉയർന്ന ഒരു കാരണം കൂടി ഉണ്ടല്ലോ. 2 ഇടങ്ങളിൽ നിന്നാണ് ഈ ഹുമയൂൺ ജയിച്ചിട്ടുള്ളത്. അതിൽ 2 ഇടത്തിൽ നിന്ന് ഒരിടം അല്ല, അതിപ്പോൾ ഒരു പക്ഷേ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ ജയിച്ചെന്നിരിക്കാം. കാരണം അയാൾ മത്സരിക്കുന്നത് മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ്. അവിടെ അതുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൊരു മുസ്ലിമായിട്ട് ഇയാൾ മത്സരിക്കുന്നതുകൊണ്ട് അയാൾക്ക് ജയിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ചാൻസ് അയാൾ 2 സ്ഥലത്തും ജയിച്ചതല്ലേ. അപ്പോൾ അയാൾ ഒരു സ്ഥലത്ത് രാജിവെച്ചിട്ട് വേറൊരു സ്ഥലത്ത് മത്സരിക്കും. അത് തന്നെ ഇയാൾ ആ പ്രദേശത്തുള്ള ഇയാൾ ഇതിനെ മാത്രമല്ല
മുസ്ലിങ്ങളുടെ മുഴുവൻ ആധിപത്യം തനിക്ക് കിട്ടണം എന്ന് വേണ്ടിയിട്ടാണ്. മമതക്കാണ് ഇതിൻ്റെ ദോഷം വരാൻ പോകുന്നത്. ഉം. മമതയുടെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ മുഴുവൻ ഇയാളുടെ കൂടെ പോകും. അപ്പോൾ മമതയുടെ കൂടെ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ കൂടി എത്തും എന്നാണ് ഈ ഭീഷണിയുടെ സാരം. പക്ഷേ ഇപ്പോൾ പഠിക്കുന്നത് സുവേന്ദു അധികാരിയാണ്. ഭീഷണി വിലപ്പോവില്ല എന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.